ഹേ ഗൈസ്, ഐഫോൺ SE4 അങ്ങനെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വരുന്ന മാർച്ച് ഏപ്രിലോടുകൂടി ഈ ഒരു മോഡൽ മാർക്കറ്റിൽ അവൈലബിൾ ആകാൻ പോകുന്നു. അപ്പോൾ ആപ്പിൾ പറഞ്ഞിട്ടുള്ളത് ദിസ് ഈസ് എ ബെസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐഫോൺ എവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആപ്പിളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി കേൾക്കാൻ നല്ല രസമൊക്കെ ഉണ്ട്. സോ ആ ഒരു വാക്ക് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്താലോ. ലെറ്റ്സ് ഗോ. ഈ ഒരു മോഡലിലെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐഫോൺ 16 ആ ഒരു സെയിം ബാക്ക് പോർഷൻ പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡലിൽ സിംഗിൾ ക്യാമറയാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ 14-13 കണ്ട സെയിം പോലെ തന്നെ ആ ഒരു നോച്ച് ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. മേ ബി ആ ഒരു 14-ക്കും ഡിസ്പ്ലേ അല്ലെങ്കിൽ ആ ഒരു പാനലിനെ കോമ്പാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ആപ്പിൾ ഈ ഒരു മോഡൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡിസ്പ്ലേക്ക് നമുക്ക് ആ ഒരു പാനൽ സെറ്റ് ചിലപ്പോൾ ഈ ഒരു മോഡൽ സ്യൂട്ടബിൾ ആവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് ഈ ഒരു മോഡൽ ആക്ഷൻ ബട്ടണൊക്കെയും അതേപോലെ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേ പോർഷൻ നമ്മൾ 6.1 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ആൻഡ് ഫേസ് ID പോലുള്ള ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു മോഡലുണ്ട്. ചിപ്പ് സെറ്റ് നോക്കുവാണെങ്കിൽ ഈ ഒരു മോഡലിൽ A18 ബയോണിക് ചിപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഐഫോൺ 16 വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ചിപ്പ് തന്നെയാണ് ഈ ഒരു മോഡൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡലിൽ ആപ്പിൾ ഇൻ്റലിജൻസ് എല്ലാം സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്നുണ്ട്. സോ ഇൻബിൽഡ് ആയിട്ട് ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. നമുക്ക് A18 അല്ലെങ്കിൽ A17 Pro മോഡലിലെ ചിപ്പ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് എല്ലാം വരുന്നത്. സോ അത് ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഈ ഒരു മോഡലിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് മറ്റൊരു അപ്ഡേറ്റ് ഈ ഒരു മോഡലിൽ നൽകിയിട്ടുള്ളത്, ഇതിൽ ആപ്പിളിൻ്റെ തന്നെ 5G ചിപ്സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 5G നെറ്റ്വർക്ക് മോഡമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇത്ര നാളും അവർ അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ക്വാൽകോമിൻ്റെ ആ ഒരു മോഡൽ കാര്യങ്ങളായിരുന്നു. ബട്ട് ഈ ഒരു മോഡലോട്ട് വന്നപ്പോൾ അവർ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അവരുടെ ആ ഒരു 5G മോഡമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ചിപ്സെറ്റിൻ്റെ ഒരു ചേഞ്ച് നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു ഫോണിൻ്റെ പ്രൈസിങ്ങിലും അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ കുറച്ചുകൂടി ഒരു കുറഞ്ഞ പ്രൈസിൽ അവൈലബിൾ ആവുള്ള ഒരു വൺ ഓഫ് ദ റീസണും അവരുടെ തന്നെ ആ ഒരു ചിപ്സെറ്റ് തന്നെയാണ്. സോ ഈ ഒരു മോഡലിൽ അതുപോലെ തന്നെ നമുക്ക് ടൈപ്പ് സി ചാർജിങ് പോർട്ട് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ആൻഡ് ക്യാമറ പോർഷനിലോട്ട് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് SE വെച്ച് നോക്കുമ്പോൾ മെയിനായിട്ടും ക്യാമറ പോർഷനിലാണ് ഒരു അപ്ഗ്രേഡ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ പ്രീവിയസ് മോഡലിൽ SE നമുക്ക് 12 MB ആണ് ക്യാമറ നൽകിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇതിൽ റെയർ ക്യാമറ നമുക്ക് 48 MB ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരിയേറെ മിസ് ഔട്ട് ആയിട്ടുള്ള പ്രീവിയസ് SE മിസ് ഔട്ട് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ ഒരു മോഡലിൽ നമുക്ക് നൽകുന്നതായിരിക്കും. ആൻഡ് ഫ്രണ്ട് പോർഷനിൽ നോക്കുവാണെങ്കിൽ 12 MB തന്നെയാണ് സെൽഫി ക്യാമറ. അവിടെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഈ ഒരു മോഡലിൽ നമുക്ക് ആ ഒരു 64 GB വേരിയൻസ് ഒന്നും നമുക്ക് ഇനി എക്സ്പെക്ട് ചെയ്യാൻ പോകണ്ട. 128 GB തൊട്ടുള്ള ആ ഒരു സ്റ്റോറേജ് തൊട്ടായിരിക്കും ഇനി എല്ലാ SEസും അവൈലബിൾ ആവാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ ഇനി അവൈലബിൾ ആവാൻ പോകുന്നത് ഏപ്രിൽ ആ ഒരു മാർച്ച് ആ ഒരു റേഞ്ചിലായിരിക്കും മാർക്കറ്റിൽ നിന്ന് സെല്ലിങ്ങിന് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മോഡലിൻ്റെ പ്രൈസിങ് ആണ് മറ്റൊരു ഫാക്ടറായിട്ട് തോന്നുന്നത്. സോ ആപ്പിൾ ക്ലെയിം ചെയ്തിട്ടുള്ളത് മോസ്റ്റ് അഫോർഡബിൾ ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐഫോൺ ആയിരിക്കും ഈ ഒരു മോഡൽ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 14-നും 15 പ്രൈസിങ്ങിന് ഇടയിലായിരിക്കും ഈ ഒരു മോഡൽ വരാൻ പോകുന്നത്. സോ ഒരു 50Kക്ക് ബിലോ 50Kക്ക് ബിലോ ആ റേഞ്ചിലായിരിക്കും ഐഫോൺ SE4 പ്ലേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രൈസൊക്കെ. അപ്പോൾ ഐഫോൺ 13 ഓർ 14 നോക്കിയിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ഓൺ ചെയ്യുക. ഈ ഒരു മോഡലിൽ റീസെൻ്റ്ലി ലോഞ്ച് ആകാൻ പോകുന്നതാണ്. അതിൻ്റെ ഒരു പ്രൈസിങ് ഒക്കെ വെച്ച് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിങ്ങിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഡീസൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. കാരണം അത്യാവശ്യം പെർഫോമൻസ് ഓറിയൻ്റ് ആയിട്ടുള്ള A18 ബയോണിക് ചിപ്പും അതുപോലെ 48 MB ക്യാമറയും ഫീച്ചേഴ്സ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡീസൻറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐഫോൺ ആയിരിക്കും ഈ ഒരു മോഡലെന്ന് തോന്നുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. സോ ടിമ്മനും പറഞ്ഞ പോലെ ഒരു വാല്യൂ ഫോർ മണി ആയിട്ടാണോ SEയുടെ പ്രൈസിങ് എല്ലാം നമുക്ക് ഈ ഒരു മോഡൽ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തതിന് ശേഷം കാണാവുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.